Hello. Welcome to Market Discussion of the Day. Today, December 24th, 2025, വെനസ്ഡേ ആണ്. ക്രിസ്മസിന് തൊട്ട് മുന്നേ ഉള്ള ദിവസമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്ക് നല്ലോണം അറിയാം അല്ലേ. എന്താണ് നമ്മൾ ഡിസംബർ 25, അതായത് ഈ ക്രിസ്മസിന് മുന്നേ ആയിട്ട് വാറുകൾ, അതായത് പ്രത്യേകിച്ച് റഷ്യ ഉക്രൈൻ വാർ അവസാനിപ്പിക്കും എന്നുള്ളൊരു കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡിസംബർ 25 തീയതിക്ക് മുന്നേ ആണോ അതോ ജാനുവരി 5 തീയതിക്ക് മുന്നേ, അതായത് ജൊനീത്തൻ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ക്രിസ്മസിന് മുന്നേ ആണോ ഇത് അവസാനിക്കുന്നത് എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇനി നമുക്ക് അറിയേണ്ടത് അല്ലേ. സോ ഉറപ്പൊന്നുമില്ല, പക്ഷേ മീറ്റിംഗ്സ് പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടിട്ട് തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് ഉള്ള ന്യൂസുകൾ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലത്തെയും മീറ്റിങ്ങിൽ പറഞ്ഞു, നമുക്ക് 3 കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാവും. ഒന്നെങ്കിൽ വാർ അവസാനിച്ചു എന്നുള്ളൊരു ഒരു കാര്യം നമുക്ക് കേൾക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഉക്രൈനിൽ എലക്ഷൻ എന്നാണ് എന്നുള്ളൊരു കാര്യം കേൾക്കാം. ഉക്രൈനിൽ എലക്ഷൻ എന്നാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത പ്രസിഡന്റ് വന്നതിന് ശേഷം മാത്രമേ വാറുകൾ അവസാനിപ്പിക്കൂ എന്നുള്ളൊരു കാര്യം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, എലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഡേറ്റ് വന്നാൽ പോലും വാർ അവസാനിച്ചു എന്നുള്ളതാണ് മീനിങ്. സോ അങ്ങനെ 2 കാര്യങ്ങൾ കേൾക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ മീറ്റിംഗ്സ് എല്ലാം അലസിപ്പിരിഞ്ഞു എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കേൾക്കാം അല്ലേ. സോ ഈ ഒരു 3 കാര്യങ്ങളായിരിക്കും നമുക്ക് കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഇയർ എൻഡ് ആയതുകൊണ്ടിട്ട് തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. വലിയ മൂവ്മെൻറ്റ്സ് ഇന്നത്തെ ദിവസം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ഉറപ്പായിട്ടും റഷ്യ ഉക്രൈൻ വാർ ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻസ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. നിങ്ങൾ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് വെച്ച് തന്നെ ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നിങ്ങളുടെ ലെവൽസിലോട്ട് മാർക്കറ്റ് വരുമ്പോൾ ഉറപ്പായിട്ടും ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ എന്താ പറയുക, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ അതേപോലെ US നിന്ന് വരുന്ന ന്യൂസുകളും ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുകയും ചെയ്യണം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ കൂടെ തന്നെ നാളെ നമുക്ക് ക്രിസ്മസ് ആണ്. ഓക്കെ, ക്രിസ്മസ് ആയതുകൊണ്ടിട്ട് തന്നെ എന്താ പറയുക, വളരെ ചെറിയ മൂവ്മെൻ്റ് ആയിരിക്കും നാളെ ഉണ്ടാവുക. ഓക്കെ, യൂറോപ്പിലൊക്കെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവധിയാണ്. അപ്പോൾ എന്താ പറയുക, നാളെ വളരെ ചെറിയ മൂവ്മെൻ്റ് ആണ്, അവധിയാണ്, എല്ലായിടത്തും അവധിയാണ്. പക്ഷേ മാർക്കറ്റ് ഉണ്ടാവും, ചെറിയ മൂവ്മെൻറ്റ്സ് ഉള്ള മാർക്കറ്റ് ഉണ്ടാവും. സ്പ്രെഡ് കൂടുതലായിരിക്കും നാളത്തെ ദിവസം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ട്രേഡ് ചെയ്യാൻ നേരത്തുള്ള സ്പ്രെഡ് കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ ഇന്നത്തെ ദിവസം ഓവർനൈറ്റ് പൊസിഷൻസ് വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ലോ വോളിയം ആയതുകൊണ്ടിട്ട് തന്നെ സ്പൈക്കുകൾ, വളരെ വലിയ സ്പൈക്കുകളൊക്കെ ഉണ്ടാവും. സിംഗിൾ ക്യാൻഡിൽസ് ഒക്കെ വലിയ മൂവ്മെൻറ്റുകൾ ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക. അതുകൊണ്ടിട്ട് തന്നെ റിസ്ക് മാനേജ് ചെയ്യാൻ നേരത്ത്, സ്റ്റോപ്പ് ലോസ് വെക്കാൻ നേരത്ത് ചെറിയ ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക, നമ്മുടെ ലോട്ട് സൈസ് ചെറുതാക്കി വെക്കുക. ഓക്കെ, സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റിസ്ക് കുറച്ച് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. എൻ്റെ റെക്കമെൻഡേഷൻ എന്താ വെച്ചാൽ, ഇന്നത്തെ ദിവസം ട്രേഡ് ഇന്നത്തെ ദിവസവും കൂടെ കഴിഞ്ഞിട്ട്, ഇന്ന് ഓവർനൈറ്റ് പൊസിഷൻസ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യണം, നാളെ ബോക്സിംഗ് ഡേ, മറ്റന്നാളത്തെ ബോക്സിംഗ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് നിങ്ങളെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മളുടെ ഇയർ എൻഡ് പ്രമാണിച്ച് പറഞ്ഞു പോകാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ദിവസത്തെ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നോക്കാൻ നേരത്ത് നമുക്ക് ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം, അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസ് ആണ് ഇന്ന് വരാനുള്ള ഒരു ന്യൂസ്. ഉച്ചയ്ക്ക് 1:30 UK ടൈമിങ്ങിനാണ് ഈ പർട്ടിക്കുലർ ന്യൂസ് വരുന്നത്. ഫോർകാസ്റ്റും പ്രീവിയസും ഒക്കെ ഒരേപോലെ കിടക്കുന്നു. നമുക്കറിയില്ല, ഉറപ്പായിട്ടും വലിയൊരു മൂവ്മെൻറ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട് അല്ലേ. സോ നാളെ നമുക്ക് എല്ലായിടത്തും ബാങ്ക് ഹോളിഡേ ആണ്. പക്ഷേ നാളെ രാത്രി 11:50, അതായത് ഇന്ത്യൻ ടൈമിംഗ് ഓൾമോസ്റ്റ് മറ്റന്നാൾ, അതായത് വെള്ളിയാഴ്ച ബോക്സിംഗ് ഡേയുടെ അന്ന് രാവിലെ ഓൾമോസ്റ്റ് ഒരു 5 മണി സമയത്ത് ജപ്പാൻ ഓപ്പൺ ആവുന്ന സമയത്ത് ജാപ്പനീസ് യെന്നിൽ ജപ്പാൻ ഇന്ന് റീറ്റെയിൽ സെയിൽസ് വരുന്നുണ്ട്. ജാപ്പനീസ് യെന്നിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് പോവുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അത് ഇന്നല്ല നാളെ. അപ്പം ജാപ്പനീസ് യെന്നിലും ഇന്നത്തെ ദിവസം തന്നെ ട്രേഡിംഗ് അവസാനിപ്പിക്കുക. നമുക്ക് വെള്ളിയാഴ്ച ഒരു തീരുമാനം എടുക്കുക, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരുപാട് ആൾക്കാർ
ഞാൻ ഏത് ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് നല്ല ബ്രോക്കർ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നത് സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറാണ്. സോ സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു ബ്രോക്കർ നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട റെഗുലേഷൻസ്, എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. നിങ്ങൾ റെഗുലേഷൻസിൻ്റെ ഭാഗത്ത് വന്ന് നോക്കിയാൽ മതിയാവും. ഓക്കെ, എന്താ പറയുക, യു എ ബേസ് ചെയ്തിട്ടുള്ള സ്കാഡർ റെഗുലേഷൻ, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്ത FCയുടെ റെഗുലേഷൻ ഉള്ള ബ്രോക്കറാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ പറയാൻ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കമ്പനി കൊടുക്കുന്ന ഡെപ്പോസിറ്റ് ബോണസ്, അതായത് യൂറോപ്യൻ ക്ലയൻസിന് ആദ്യത്തെ $100,000 100% ബോണസും സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് 20% ബോണസും, യൂറോപ്പിന് പുറത്തുള്ള ആൾക്കാരുടെ ആദ്യത്തെ $500 50%, ടോട്ടൽ ഡെപ്പോസിറ്റ് 20% ബോണസും ഈ ഡിസംബർ 31 കൂടി അവസാനിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ അതിന് മുന്നേ ആയിട്ട് ഫണ്ട് ഇടണം എന്നുള്ള ആൾക്കാർക്ക് അതിന് മുന്നേ ഇട്ട് ആ ഒരു ബോണസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് പോവുകയും ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ അതിനെടുത്ത് ഓർമ്മിപ്പിച്ചു പോകണം. നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് KYC കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ തന്നെ ആ പ്രൊമോഷനകത്ത് കയറി ഓപ്റ്റിൻ ചെയ്തതിന് ശേഷം മാത്രമേ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാമുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് പോകുമ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ 4480 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4430 അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. സോ കറക്റ്റ് 4430 30.11. സോ അതായത് 30 ഒന്ന് കറക്റ്റായിട്ട് അങ്ങനെ വരച്ച വരയിലൊന്നും നിൽക്കില്ല, അതിൻ്റെ അടുത്തൊക്കെ വെച്ച് ബൈ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അവിടുന്ന് പ്രോപ്പറായിട്ടൊരു ബൈ എൻട്രി കിട്ടുകയും അത് ഓൾമോസ്റ്റ് നമ്മളെപ്പോഴും പറയും 1:1.5 റേഷ്യോയിൽ മതി നമുക്ക് പ്രോഫിറ്റ്. ഓൾമോസ്റ്റ് നമുക്കൊരു 900 പിപ്സിൻ്റെ പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഗോൾഡിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി നമ്മുടെ യൂറോയിൽ നമ്മൾ പറഞ്ഞു 1.1800 അവിടുന്ന് സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സെല്ലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായി പോയിട്ടുമുണ്ട് അല്ലേ. സോ ഓൾമോസ്റ്റ് ഒരു 40 പിപ്പിൻ്റെ പ്രോഫിറ്റ് അവിടെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ USD JPYയിൽ നമുക്ക് എന്ത് ചെയ്തു, നമുക്ക് 156 അവിടെ നിന്ന് ബൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതും ഓൾമോസ്റ്റ് ഒരു 50 പിപ്പിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 1:1.5 റേഷ്യോയിലാണ് നമ്മൾ ഇത് ഇടേണ്ടത്. പക്ഷേ എന്നിരുന്നാലും എന്താ പറയുക, അതും അത്യാവശ്യം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത് അല്ലേ. സോ നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസിലോട്ട് പോകാം. നേരെ നമുക്ക് USD JPYയിലോട്ട് പോകാം. ഓക്കെ, സോ USD JPYയിൽ നമുക്ക് എന്താ പറയുക 155.788 നിൽക്കുന്നു. സോ ഇന്നലെ ട്രേഡ് എടുത്തിട്ടുള്ള ആൾക്കാർക്ക്, ക്ലോസ് ചെയ്യാത്ത ആൾക്കാർ, 50 പിപ്പ് പ്രോഫിറ്റ് എടുത്ത് ക്ലോസ് ചെയ്യാത്ത ആൾക്കാർ, ഞാൻ ക്ലോസ് ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും എന്താ പറയുക, നമ്മൾ വെയിറ്റിംഗ് ആണ്. എന്താ പറയുക, നമുക്ക് 155.50 റേഞ്ചിൽ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന ബൈ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഏറ്റവും ബെറ്റർ ബൈ ഓപ്പർച്യൂണിറ്റി. ഓക്കെ, 155.5 ഇന്നലെ നമ്മൾ പറഞ്ഞ സെയിം ഓപ്പർച്യൂണിറ്റി അല്ലേ. സോ 155.5 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 154 താഴെയായിട്ട്, 155 താഴെയായിട്ട് വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ. ഓക്കെ, സോ ഒരു 70 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസ്, അതായത് 155.80 ഒക്കെ അടുത്ത് സ്റ്റോപ്പ് ലോസ് വെച്ച് ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ അതാണ് എനിക്ക് JPYയിൽ പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. 155.5 അവിടുന്ന് ബൈ ചെയ്യുക, 154.80 അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ച് 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റും എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരാം. GBP 1.3522 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. സോ ഇതൊരു ബ്രേക്കൗട്ടാണ്, അല്ലെങ്കിൽ ഇത് 1.3500 മുകളിൽ കയറി എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാനായിട്ട് ആയിട്ടില്ല. ഓക്കെ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഉറപ്പായിട്ടും GBP അപ് ട്രെൻഡ് തന്നെയാണ്. നമുക്ക് പല ആൾക്കാരും നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഓൾമോസ്റ്റ് ഒരു മാസം മുന്നേ ആയിട്ടൊക്കെ നമ്മൾ വാങ്ങാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. മാർക്കറ്റ് ഓൾമോസ്റ്റ് 1.300 വരെയൊക്കെ മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്തെല്ലാം ഞാൻ പറഞ്ഞ ലോങ്ങർ ടേമിലോട്ട് ബൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അല്ലേ. സോ അവിടെ നിന്ന് 1.30 അടുത്തുനിന്ന് ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് നല്ല പ്രോഫിറ്റ്, ഒരു ലോട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഓൾമോസ്റ്റ് $5,000 പ്രോഫിറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ലോങ്ങർ ടേമിൽ നിങ്ങൾ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക്. ഓക്കെ, സോ അത് ഭയങ്കര നല്ലൊരു പ്രോഫിറ്റാണ്.
അതേപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യം വീണ്ടും നമുക്ക് ഒന്നും കൂടെ 1.3300 അവിടെ കിട്ടും എന്ന് തന്നെയാണ്. ഓക്കെ, സോ അങ്ങനെ 1.3300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള GBPയുടെ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ 1.3300 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1.3800 വരെയൊക്കെ ആയിരിക്കും നമ്മൾ മാർക്കറ്റ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് വീണ്ടും നമുക്കൊരു 500 പിപ്പിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയും തുറന്നു കിടക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി പോവുക GBPയുടെ കാര്യത്തിനകത്ത്. ഇത് ലോങ്ങർ ടേം ആണ്. ഓക്കെ, സോ ഇന്നത്തെ അവസരം പറയുകയാണെങ്കിൽ 1.3400 ഒക്കെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. 1.3400 അവിടെ ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3340 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ട് പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ നേരെ നമ്മളുടെ യൂറോയിലോട്ട് വരുമ്പം യൂറോ ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത് 1.3742 നിൽക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ 1.1800 അവിടെ നിന്ന് സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഒരു 40 to 50 പിപ്സിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് 1.1800 അവിടെ ബൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ക്രിസ്മസ് ഡേ ആയതുകൊണ്ടിട്ട് തന്നെ ഡയറക്റ്റ്ലി അത് യൂറോനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, എന്താ പറയുക, വാറൊക്കെ അവസാനിച്ച് കഴിഞ്ഞാൽ അത് യൂറോ എവിടെയെങ്കിലുമൊക്കെ പോകും. വേണമെന്നുള്ള ആൾക്കാർക്ക് ഇന്നലെ തന്നെ ഓപ്പർച്യൂണിറ്റി 1.1800 അവിടുന്ന് സെല്ല് ചെയ്ത് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് 1.1860 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് സെല്ല് ചെയ്ത് പരീക്ഷണം നടത്താവുന്നതാണ്. ചെറിയ പ്രോഫിറ്റ് എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് നമ്മളുടെ യൂറോയിൽ പറയാനായിട്ടുള്ളത്. ഇവിടുത്തെ ലൈറ്റ് പോയി. ഓക്കെ, സോ നമുക്ക് യൂറോയിൽ അതാണ് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നേരെ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് 4492 നിൽക്കുന്നു. നമുക്ക് 4000 ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഗോൾഡിൻ്റെ ഒരു റേഞ്ച് കണ്ടുപിടിക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഗോൾഡ് എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്യാം. സിംഗിൾ ക്യാൻഡിൽസ് ഒക്കെ ഇന്നലെ കണ്ടില്ല, ഉച്ചയ്ക്ക് ഒറ്റയടിക്കാണ് 4000 ഈ ഒരു റേഞ്ചിൽ നിന്ന് 4996 നിന്ന് 2 ക്യാൻഡിൽസാണ് ഓൾമോസ്റ്റ് 4430 വരെ എത്തിച്ചത്. ഓക്കെ, സോ അത് വലിയൊരു മൂവ്മെൻ്റാണ് അല്ലേ, ഭയങ്കര വലിയൊരു മൂവ്മെൻ്റാണ്. സോ ആ ഒരു മൂവ്മെൻ്റൊക്കെ നമ്മൾ പിടിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ വീണ്ടും ഇതേപോലത്തുള്ള മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് താഴെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ദിവസങ്ങളാണ്. പ്രോഫിറ്റ് ബുക്കിംഗ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ അതൊക്കെ കൊണ്ടിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് നൈസായിട്ട് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. ഇല്ലാത്ത ആൾക്കാർക്ക് ഇന്നലെ വന്ന ലോ പ്രൈസിൻ്റെ അവിടെ നിന്ന് വീണ്ടും ബൈ ചെയ്യാം. 4430-35 റേഞ്ചിൽ നിന്ന് വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഇല്ലാത്ത പക്ഷം മാറി നിൽക്കുക. മാർക്കറ്റ് ഓടിക്കോട്ടെ, മാർക്കറ്റ് ഓടി എവിടെയാണെന്ന് വെച്ചാൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് മാറി നിൽക്കുക എന്നുള്ളത് കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നമ്മുടെ ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് 4430 അവിടെ നിന്നുള്ളൊരു ബൈ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ നമ്മളൊരു ലോങ്ങർ ടേമിലോട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് മെയിനായിട്ടുള്ളൊരു സപ്പോർട്ട് 3980 ഓക്കെ, 3980 അവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെയൊക്കെ ബൈ പ്ലേസ് ആയിട്ടുള്ളത്. സോ അവിടെ നിന്ന് ഉറപ്പായിട്ട് മാർക്കറ്റ് നല്ല മുകളിലോട്ട് പോകും. സോ അതായിരിക്കും നമ്മൾ അടുത്ത വർഷത്തെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നതും. ഓക്കെ, പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ സിംഗിൾ ക്യാൻഡിൽസൊക്കെ $300-400 മൂവ് ചെയ്യാനായിട്ട്, സിംഗിൾ ക്യാൻഡിൽസ് 1 അവർ ക്യാൻഡിൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ $300-400 മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡിലോട്ട് ഇറങ്ങാനായിട്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. സോ ബെറ്റർ എല്ലാവർക്കും എൻ്റെ മേരി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. നാളത്തെ ദിവസം വളരെ ലോ വോളിയം ആയിരിക്കും. ക്രിസ്മസ് എൻജോയ് ചെയ്യുക, ക്രിസ്മസ് ആഘോഷിക്കുക. നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയ പ്രോഫിറ്റുകളൊക്കെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് സമാധാനത്തിൽ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ്. എന്തിനാണ് ഈ ക്രിസ്മസ് ദിവസമൊക്കെ ട്രേഡ് ചെയ്യുന്നത്? നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ മാറി നിൽക്കുക. നമുക്ക് ഒരു ബ്രെയിനൊക്കെ ഒരു എന്താ വേണ്ട, ഒരു ശാന്തത വേണ്ടേ? സോ അത് കണക്കാക്കി നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. ഓക്കെ, നാളത്തെ ദിവസം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ മേരി ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. നാളെ ക്രിസ്മസ് ആയതുകൊണ്ടിട്ട് തന്നെ മിക്കവാറും മാർക്കറ്റ് ഡിസ്കഷൻ ഉണ്ടാവില്ല.
അൺലെസ് എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ടുള്ള ന്യൂസുകളോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മാത്രം ആയിരിക്കും ഞാൻ മാർക്കറ്റ് ഡിസ്കഷൻ നടത്തുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം ഞാൻ മാർക്കറ്റ് ഡിസ്കഷൻ നടത്താനുള്ള പോസിബിലിറ്റിയും കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.